ആസാദി വാർത്തയുടെ നൈറ്റ് ഷേക്ക് സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാനപ്പെട്ട വിശേഷങ്ങൾ. ട്രംപിന്റെ വസതിയിൽ തോക്കുമായി യുവാവ്, സുരക്ഷാ ഉദ്യോഗസ്ഥർ വെടിവെച്ചു കൊന്നു. ഭരണമാറ്റം ആവശ്യപ്പെടുന്നവരുടെ ലക്ഷ്യം കേരളത്തിന്റെ തകർച്ച. MA ബേബി. സമ്പൂർണ്ണ ജയം കരുവന്നൂർ ബാങ്ക് ഭരണസമിതി LDF-ന്. മൂന്നാമത് ഹാപ്പിനെസ് ഫിലിം ഫെസ്റ്റിവൽ നാളെ സമാപിക്കും. അതിജീവനത്തിന്റെ റിയൽ കേരള സ്റ്റോറി മുണ്ടക്കൈ ടൗൺഷിപ്പ് ഉദ്ഘാടനത്തിന് ഹൃദയപൂർവ്വം ക്ഷണിച്ച് മുഖ്യമന്ത്രി. സ്മൂത്ത് ആയിട്ടുള്ള റോഡിൽ മാത്രമേ ഷൂ വിടാതെ ഓടാറുള്ളൂ. മലയോര ഹൈവേ പ്രശംസിച്ച് മില്ലിംഗ് സോമൻ. വിശദമായ വാർത്തകളിലേക്ക് പോകാം. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ആഡംബര വസതിയിൽ വെടിവയ്പ്. ഫ്ലോറിഡയിലെ പാം ബീച്ചിലുള്ള മാറൈൻ ലോക റിസോർട്ടിലേക്കാണ് തോക്കുധാരി അതിക്രമിച്ച് കയറിയത്. ഇയാളെ സുരക്ഷാ ഉദ്യോഗസ്ഥർ വെടിവെച്ചു കൊന്നു. അക്രമിയുടെ വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല. ട്രംപ് പലപ്പോഴും വാരാന്ത്യങ്ങൾ ചെലവഴിക്കാനെത്തുന്ന റിസോർട്ടാണ് മാറൈൻ ലാഗോ. എന്നാൽ സംഭവ സമയത്ത് അദ്ദേഹം വൈറ്റ് ഹൗസിലായിരുന്നു. സീക്രട്ട് സർവീസ് ഏജന്റുമാരും പാം ബീച്ച് കൗണ്ടി ഷെരീഫ് ഡെപ്യൂട്ടിയും അക്രമിയെ വെടിവെച്ചു കൊന്നതായി അന്താരാഷ്ട്ര വാർത്താ ഏജൻസികൾ സ്ഥിരീകരിച്ചു. പ്രാദേശിക സമയം പുലർച്ചെ 1:30 ആക്രമണം നടന്നത്. ഏകദേശം 20 വയസ്സ് പ്രായമുള്ള ആളാണ് അക്രമി എന്നാണ് സ്ഥിരീകരിക്കാത്ത വിവരം. ഇയാളുടെ പശ്ചാത്തലവും ലക്ഷ്യവും FBI-യും മറ്റ് അധികാരികളും അന്വേഷിച്ചു വരികയാണെന്ന് സീക്രട്ട് സർവീസ് പറഞ്ഞു. അതിജീവനത്തിന്റെ റിയൽ കേരള സ്റ്റോറി മുണ്ടക്കൈ ടൗൺഷിപ്പ് ഉദ്ഘാടനത്തിന് ഹൃദയപൂർവ്വം ക്ഷണിച്ചു മുഖ്യമന്ത്രി. മുണ്ടക്കൈ മഹാദുരന്തത്തെ അതിജീവിച്ചവർക്ക് സർക്കാർ ഒരുക്കുന്ന ടൗൺഷിപ്പ് 1-ാം ഘട്ടത്തിന്റെ ഭാഗമായി 178 വീടുകൾ ഫെബ്രുവരി 25-ന് ഉദ്ഘാടനത്തിനൊരുങ്ങുകയാണ്. ഈ ചരിത്ര നിമിഷത്തിന് സാക്ഷ്യം വഹിക്കാൻ രക്ഷാപ്രവർത്തനത്തിൽ പങ്കുചേർന്നവരെയും പുനരധിവാസത്തിനായി അകമഴിഞ്ഞ് സഹായങ്ങൾ നൽകിയവരെയും ഹൃദയപൂർവ്വം ക്ഷണിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ. എല്ലാവരും അന്നേ ദിവസം കൽപ്പറ്റ എൽസ്റ്റൺ എസ്റ്റേറ്റ് എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഒറ്റക്കെട്ടായി നാം തീർത്ത അതിജീവനത്തിന്റെ ഈ റിയൽ കേരള സ്റ്റോറി ലോകത്തിനു മുന്നിൽ മഹത്തായ മാതൃകയായി ഉയർന്നു നിൽക്കും. മുഖ്യമന്ത്രി സോഷ്യൽ മീഡിയയിൽ കുറിച്ചു. നാടിനെയാകെ നടുക്കിയ വേദനയിലായെത്തിയ സംഭവമായിരുന്നു 2024 ജൂലൈ 30-ന് മുണ്ടക്കൈ ചൂരൽമല പ്രദേശത്തുണ്ടായ ഉരുൾപൊട്ടൽ ദുരന്തം. ഒരു രാത്രി ഇരുട്ടി വെളുത്തപ്പോൾ ഒരു നാട് തന്നെ മണ്ണിനടിയിലായ വാർത്ത ഉൾക്കിടലത്തോടെയാണ് നാം കേട്ടത്. ആ മഹാദുരന്തത്തിൽ എല്ലാം നഷ്ടപ്പെട്ടവരെ ചേർത്തു പിടിക്കാൻ ഈ നാട് ഒന്നടങ്കം രംഗത്ത് വന്നു. മന്ത്രിമാർ, ജനപ്രതിനിധികൾ, ആരോഗ്യ പ്രവർത്തകർ, സേനാ സംവിധാനങ്ങൾ, സന്നദ്ധ സേനാ പ്രവർത്തകർ, സംഘടനാ പ്രവർത്തകർ, ശുചീകരണ തൊഴിലാളികൾ തുടങ്ങിയ നാനാ മേഖലകളിൽ നിന്നുമുള്ളവർ സമാനതകളില്ലാത്ത വിധം രക്ഷാപ്രവർത്തനത്തിൽ പങ്കുചേർന്നതോടെ ദുരന്തത്തിന്റെ ആദ്യ നാളുകളെ നാം അതിജീവിച്ചത്. ഇതിന്റെ തുടർച്ചയായി ദുരന്തത്തിൽ കിടപ്പാടവും ജീവനോപാധികളും നഷ്ടപ്പെട്ടവർക്ക് ലോകോത്തര നിലവാരത്തിൽ പുനരധിവാസം ഉറപ്പാക്കുമെന്ന് അന്ന് LDF സർക്കാർ ഉറപ്പു നൽകിയിരുന്നു. മഹാദുരന്തത്തെ അതിജീവിച്ചവരുടെ പുനരധിവാസം സാധ്യമാക്കുകയാണ്. ടൗൺഷിപ്പിന്റെ ഉദ്ഘാടനവും ഗുണഭോക്താക്കൾക്കുള്ള പട്ടയ വിതരണവും 25-ന് മുഖ്യമന്ത്രി നിർവഹിക്കും. കഴിഞ്ഞ 10 വർഷക്കാലം കൊണ്ട് കേരളം കൈവരിച്ച നേട്ടങ്ങൾ തകർക്കുകയും അഴിമതിയും വർഗീയതയും പിടിമുറുക്കുകയും പഴയകാലത്തേക്ക് സംസ്ഥാനത്തെ മടക്കിക്കൊണ്ടുപോകുകയും ചെയ്യുക എന്നതാണ് ഭരണമാറ്റം എന്ന് പറയുന്നവരുടെ ലക്ഷ്യമെന്ന് CPM ജനറൽ സെക്രട്ടറി MA ബേബി പറഞ്ഞു. 5-ാം കേരള പഠന കോൺഗ്രസിന്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്നത്തെ കേരളം യാദൃച്ഛികമായി രൂപപ്പെട്ടതല്ലെന്നും ഒരുപാട് ത്യാഗങ്ങളുടെയും രക്തസാക്ഷിത്വത്തിന്റെയും ഫലമാണെന്നും അദ്ദേഹം പറഞ്ഞു. ആ കേരളത്തെ മുന്നോട്ട് കൊണ്ടുപോകുക എന്നതാണ് ഉത്തരവാദിത്തം. കൈവരിച്ച നേട്ടങ്ങൾ പിന്നോട്ട് കൊണ്ടുപോയാലും ഭരണ തുടർച്ച വേണ്ടെന്ന നിലപാടാണ് ചിലർ സ്വീകരിക്കുന്നത്. നാട് നശിച്ചാലും കുഴപ്പമില്ല, വർഗീയതയും അഴിമതിയും നിറഞ്ഞ നാടായി കേരളം മാറണം എന്നാണോ അവർ പറയുന്നതെന്നും MA ബേബി ചോദിച്ചു. ഭരണ തുടർച്ച അപകടമാകുമോ എന്ന ആശങ്ക ചില സാംസ്കാരിക വ്യക്തികൾ ഉയർത്തുന്നുണ്ടെന്നും അവർ ഇടതുപക്ഷത്ത് നിൽക്കുമ്പോഴും ഭരണ തുടർച്ച ഉണ്ടാകരുതെന്നാണ് വാദിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ഇടതുപക്ഷം അതേ നിലയിൽ തുടരണമെന്നും എന്നാൽ ഭരണ തുടർച്ച വേണ്ടെന്നുമുള്ള നിലപാട് കേരളം തകരട്ടെ എന്ന് ആഗ്രഹിക്കുന്നതല്ലാതെ മറ്റെന്താണെന്നും ബേബി ചോദിച്ചു. കേരളം കൈവരിച്ച നേട്ടങ്ങളെ പിന്നോട്ട് കൊണ്ടുപോകുന്ന ഇടപെടലുകളാണ് മുൻകാലങ്ങളിലുണ്ടായ ഭരണമാറ്റങ്ങൾ സൃഷ്ടിച്ചതെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. വികസന പ്രവർത്തനങ്ങൾ ആരോഗ്യകരമായ വിമർശനങ്ങളോടൊപ്പം സഹകരണവും ആവശ്യമാണ്. തർക്കിക്കേണ്ടിടത്ത് തർക്കിക്കണമെങ്കിലും സഹകരിക്കേണ്ടിടത്ത് സഹകരിക്കണം. കേരളത്തിന്റെ അതിദാരിദ്ര്യം നിർമ്മാർജ്ജന പദ്ധതി യാഥാർത്ഥ്യമാകുന്നതിൽ UDF ഭരിച്ച തദ്ദേശ സ്ഥാപനങ്ങളുടെ പിന്തുണയും ഉണ്ടായിരുന്നു. എന്നാൽ അത്തരം സഹകരണത്തിലും വികസന വിഷയങ്ങൾ ചർച്ച നടത്താനും പ്രതിപക്ഷ നേതാവ് VD സതീശൻ തയ്യാറായിട്ടുണ്ടോ എന്നും MA ബേബി ചോദിച്ചു. ഒറ്റപ്പെട്ട സംഭവങ്ങൾ സാമാന്യവൽക്കരിച്ച് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതിനും സത്യവിരുദ്ധമായ ആരോപണങ്ങളിൽ നിന്നും പ്രതിപക്ഷ നേതാവ് വിട്ടുനിൽക്കണമെന്നും
അദ്ദേഹം ആവശ്യപ്പെട്ടു. സംസ്ഥാനത്തെ വളർത്തുന്നതിനായി നിലവിലെ സാമ്പത്തിക സാമൂഹ്യ വ്യവസ്ഥയ്ക്കുള്ളിൽ ബദലുകൾ സൃഷ്ടിക്കാൻ കഴിയണം. കേരളത്തിലെ മാധ്യമങ്ങളിൽ ഒരു വിഭാഗം നുണകൾ ഉൽപ്പാദിപ്പിക്കുന്ന ഫാക്ടറിയായി മാറിയതും അദ്ദേഹം ആരോപിച്ചു. പഠന കോൺഗ്രസിൽ 2 ദിവസങ്ങളിൽ നടന്ന 14 സെഷനുകളിൽ ചർച്ചകൾ ക്രോഡീകരിച്ച് CPM കേന്ദ്ര കമ്മിറ്റി അംഗം ഡോക്ടർ TA തോമസ് ഐസക് സംസാരിച്ചു. ജനകീയമായ ചർച്ചകളിലൂടെയാണ് ഇടതുപക്ഷം നയ രൂപീകരണം നടത്തുന്നതെന്ന്, എന്നാൽ UDF-നോ LDF-നോ ഇതിന് മറുപടിയില്ലെന്നും NDA-ക്കോ ഇതിന് മറുപടിയില്ലെന്നും തോമസ് ഐസക് കൂട്ടിച്ചേർത്തു. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം പുത്തലത്ത് ദിനേശൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പ്ലാനിംഗ് ബോർഡ് ഉപാധ്യക്ഷൻ VK രാമചന്ദ്രൻ, പ്ലാനിംഗ് ബോർഡ് അംഗം രാംകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. IFFK-യിൽ സുവർണ ചക്കോരം ലഭിച്ച 2 Seasons 2 പേഴ്സൺസ് പ്രദർശിപ്പിക്കും. സംസ്ഥാന ചലച്ചിത്ര അക്കാദമി ഫെബ്രുവരി 21 മുതൽ തളിപ്പറമ്പിൽ സംഘടിപ്പിച്ചു വരുന്ന 3ാമത് ഹാപ്പിനെസ് ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിന് ഫെബ്രുവരി 23 തിങ്കളാഴ്ച തിരശ്ശീല വീഴും. വൈകിട്ട് 6 മണിക്ക് ക്ലാസിക് തിയേറ്ററിൽ നടക്കുന്ന സമാപന ചടങ്ങ് MP ഗോവിന്ദൻ മാസ്റ്റർ MLA ഉദ്ഘാടനം ചെയ്യും. ചലച്ചിത്ര അക്കാദമി ചെയർപേഴ്സൺ ഡോക്ടർ റസൂൽ പൂക്കുറ്റി അധ്യക്ഷത വഹിക്കും. ചിത്രങ്ങൾ പ്രദർശിപ്പിച്ച ക്ലാസിക് ആലിംഗിൽ പാരഡൈസ് തിയേറ്റർ ഉടമകൾക്കുള്ള ഉപഹാരം MP ഗോവിന്ദൻ മാസ്റ്റർ MLA സമ്മാനിക്കും. സാംസ്കാരിക പ്രവർത്തക ക്ഷേമനിധി ബോർഡ് ചെയർപേഴ്സൺ മധുപാൽ, ചലച്ചിത്ര നടൻ ഇർഷാദ്, ചലച്ചിത്ര അക്കാദമി വൈസ് ചെയർപേഴ്സൺ കുക്കു പരമേശ്വരൻ, ജനറൽ കൗൺസിലർ മെമ്പറും സംവിധായകനുമായ സോഹൻ സിനുലാൽ, സെക്രട്ടറി C അജോയ്, സംഘാടക സമിതി കൺവീനറും സംവിധായകനുമായ ഷെറി ഗോവിന്ദൻ എന്നിവർ പങ്കെടുക്കും. സമാപന ചടങ്ങിനു ശേഷം ക്ലാസിക് തിയേറ്ററിൽ ജപ്പാനീസ് ചിത്രമായ 2 Season 2 സ്ട്രേഞ്ചേഴ്സ് പ്രദർശിപ്പിക്കും. 30ാമത് IFFK-യിൽ മികച്ച ചിത്രത്തിനുള്ള സുവർണ ചകോരം നേടിയ ചിത്രമാണിത്. ലൊകാർണോ ഫിലിം ഫെസ്റ്റിവലിൽ ഗോൾഡൻ ടാൽപെറ്റ് പുരസ്കാരം നേടിയ ഈ ചിത്രത്തിന്റെ സംവിധായകൻ ഷോ മിയാക്കുയാണ്. കല്യാട് അന്താരാഷ്ട്ര ആയുർവേദ ഗവേഷണ കേന്ദ്രം ഉദ്ഘാടനം 25-ന്. ആയുർവേദ എക്സ്പോയ്ക്ക് പോലീസ് മൈതാനിയിൽ തുടക്കമായി. കല്യാട് അന്താരാഷ്ട്ര ആയുർവേദ ഗവേഷണ കേന്ദ്രം ഉദ്ഘാടനത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച ആയുർവേദ എക്സ്പോ 2026-ന് കണ്ണൂർ പോലീസ് മൈതാനിയിൽ തുടക്കമായി. അന്താരാഷ്ട്ര ആയുർവേദ ഗവേഷണ കേന്ദ്രം 1ാം ഘട്ടം ഫെബ്രുവരി 25-ന് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഉദ്ഘാടനം ചെയ്യുക. ആയുർവേദ എക്സ്പോ KV സുമേഷ് MLA ഉദ്ഘാടനം ചെയ്യും. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ അധ്യക്ഷനായി. എക്സിബിഷൻ ഫെബ്രുവരി 25 വരെയാണ് ഉണ്ടാവുക. IRIA, നാഷണൽ ആയുഷ് മിഷൻ, ഭാരതീയ ചികിത്സാ വകുപ്പ് എന്നീ പവലിയനുകൾ എക്സിബിഷന്റെ മുഖ്യ ആകർഷണമാണ്. ആയുർവേദ കോസ്റ്റമോളജി, ജീവിതശൈലി രോഗ ക്ലിനിക്, മർമ്മ അസ്ഥിരോഗ വിഭാഗം, സ്ത്രീ വിഭാഗം, നേത്രരോഗ വിഭാഗം, ജനറൽ വിഭാഗം തുടങ്ങിയ OPകളും പ്രവർത്തിക്കുന്നു. ഇതിൽ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനവും സൗജന്യ മരുന്ന് ലഭ്യമാണ്. നാഷണൽ ആയുഷ് മിഷന്റെ പബ്ലിക് ഹെൽത്ത് പ്രോഗ്രാമുകളായ സുപ്രജ, കാരുണ്യ, ട്രൈബൽ മൊബൈൽ മെഡിക്കൽ യൂണിറ്റ്, അസ്ഥിരോഗ വിഭാഗം, ആയുർവിദ്യ ഹെൽത്ത് തുടങ്ങിയവയുടെ സ്റ്റാളുകളും പ്രവർത്തിക്കുന്നു. പ്രത്യേകമായി സജ്ജീകരിച്ച യോഗ വിഭാഗവും CCRS ചെറുതുരുത്തി, വിവിധ ആയുർവേദ കമ്പനികൾ, ആയുർവേദ കോളേജുകൾ എന്നിവയുടെ സ്റ്റാളുകളും സജ്ജമാണ്. കൂടാതെ പ്രകൃതിദത്ത ഉൽപ്പന്നങ്ങളും കമ്പനികളുടെ സ്റ്റാളുകളുമുണ്ട്. ഔഷധ സസ്യങ്ങളുടെ പ്രദർശനവും ഫയർഫോഴ്സ്, വിമുക്തി, ICDS വകുപ്പുകളുടെ സ്റ്റാളുകൾ എന്നിവയുമുണ്ട്. ഫുഡ് കോർട്ട്, സ്പെഷ്യാലിറ്റി ക്ലിനിക്കുകൾ, ലൈവ് യോഗ സെഷനുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ എന്നിവയുണ്ടാവും. കൂടുതൽ വിവരങ്ങൾക്ക് എക്സ്പോ കൺവീനർ 9447397069. ഉദ്ഘാടന സമ്മേളനത്തിൽ നാഷണൽ ആയുഷ് മിഷൻ കേരള സംസ്ഥാന പ്രോഗ്രാം മാനേജർ ഡോക്ടർ സജി PR, ഡെപ്യൂട്ടി ഡ്രഗ് കൺട്രോൾ ഡോക്ടർ ജയ വിദേവ്, കണ്ണൂർ ഗവൺമെന്റ് ആയുർവേദ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ഇന്ദുകല PR, ഭാരതീയ ചികിത്സാ വകുപ്പ് DMO ഡോക്ടർ ദീപ്തി DC, MVR ആയുർവേദ കോളേജ് ഡയറക്ടർ E കുഞ്ഞിരാമൻ, പ്രിൻസിപ്പൽ ഡോക്ടർ ജോഷി ജോർജ്, IRIA സ്പെഷ്യൽ ഓഫീസർ ഡോക്ടർ രാജ്മോഹൻ, AMAI സോണൽ സെക്രട്ടറി ഡോക്ടർ സുകേഷ് കുമാർ, ജില്ലാ പ്രോഗ്രാം മാനേജർ കണ്ണൂർ ഡോക്ടർ അജിത് കുമാർ KC, AHMA സംസ്ഥാന സെക്രട്ടറി ഡോക്ടർ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി, എക്സ്പോ കൺവീനർ ഡോക്ടർ ബിനോയ് UP എന്നിവർ സംസാരിച്ചു. പൊന്നിത്തങ്കത്തിന് തലശ്ശേരി ഏഴരക്കണ്ടത്തിൽ സമാപനം. അവസാന ദിവസമായ ഞായറാഴ്ച വൈകിട്ട് മുതൽ പുലർച്ചെ വരെ നീണ്ടുനിന്ന വീറും വാശി നിറഞ്ഞ പ്രകടനങ്ങൾ കാണാൻ ജനസാഗരമാണ് പുന്നത്തെ അങ്കത്തട്ടിലേക്ക് ഒഴുകിയെത്തിയത്. തച്ചോളി ഒതൻ്റെയും കതിരൂർ ഗുരുക്കളുടെയും ചരിത്രമുറങ്ങുന്ന മണ്ണിൽ നടന്ന പോരാട്ട വീര്യത്തിൻ്റെ സ്മരണകൾ പുതുക്കിയുള്ള പരിപാടികൾ സാംസ്കാരിക കേരളത്തിൻ്റെ പുതിയ ഒരു അനുഭവമായി മാറി. സമാപന ദിനമായ ഞായറാഴ്ച വൈകിട്ട് ചെങ്ങന്നൂർ പണിക്കേഴ്സ് കളരി, കോഴിക്കോട് ഭാർഗവ കളരി സംഘം, തിരുവനന്തപുരം അഗസ്ത്യ കളരി സംഘം എന്നിവയുടെ കളരി അഭ്യാസ പ്രകടനങ്ങൾ അരങ്ങേറി. തുടർന്ന് നടന്ന സമാപന സമ്മേളനം തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പംപ്ലാനി
ഉദ്ഘാടനം ചെയ്തു. തലശ്ശേരി നഗരസഭ മുനിസിപ്പൽ ചെയർപേഴ്സൺ കാരായി ചന്ദ്രശേഖരൻ അധ്യക്ഷനായി. സ്പീക്കർ എം ഷംഷീർ പൊന്നം ചന്ദ്രൻ പെയിന്റിംഗ് സമ്മാനിച്ചു. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശി, പാനൂർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഫൈസാന റഷീദ്, കതിരൂർ പഞ്ചായത്ത് അംഗം റുബീറ റഷീദ്, തലശ്ശേരി സഹകരണ ആശുപത്രി പ്രസിഡന്റ് MC പവിത്രൻ, പൊന്നം സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് PB സന്തോഷ്, കേരള ഫോക്ലോർ അക്കാദമി പ്രോഗ്രാം ഓഫീസർ PB ലവ്ലിൻ, പൊന്നിത്തങ്കം വർക്കിംഗ് ചെയർമാൻ PP സനൽ, KV രജീഷ്, C സജീവൻ തുടങ്ങിയവർ പങ്കെടുത്തു. തുടർന്ന് ദഫ്മുട്ടും കലാ മത്സര വിഭാഗത്തിൽ ഒപ്പനയും അരങ്ങേറി. ഇതര സംസ്ഥാന ആയോധന കലാരൂപമായ താക് മച്ച എനബ് കാണികളെ ആവേശം കൊള്ളിച്ചു. രാത്രി 9-ന് നടന്ന ഗൗരി ലക്ഷ്മി ലൈവ് ഷോയുടെ ആഘോഷങ്ങൾക്ക് സമാപനമായി. സമ്പൂർണ്ണ ജയം. കരുവന്നൂർ ബാങ്ക് ഭരണസമിതി LDFന്. കുപ്രചാരകരായ കോൺഗ്രസ് മത്സരരംഗത്ത് നിന്ന് ഒളിച്ചോടിയ കരുവന്നൂർ സർവീസ് സഹകരണ ബാങ്ക് ഭരണസമിതി തെരഞ്ഞെടുപ്പിൽ LDFന് ഉജ്ജ്വല വിജയം. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാതെ കോൺഗ്രസ് വോട്ടുകൾ BJPക്ക് മറിച്ചിട്ടും LDF മിന്നും വിജയം നേടി. എല്ലാ കള്ളപ്രചാരകർക്കും സഹാരികളുടെ മറുപടിയാണ് വിജയം. ഭരണസമിതിയിലെ 13 അംഗങ്ങളും LDF സ്ഥാനാർത്ഥികളാണ്. 10 വർഷത്തിന് ശേഷമാണ് ബാങ്ക് ഭരണസമിതി തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. മാടായിക്കുളം PK ചാത്തന്നൂർ മാസ്റ്റർ സ്മാരക ഗവൺമെൻറ് UP സ്കൂളിൽ ഇന്ന് രാവിലെ 9 മുതൽ വൈകിട്ട് 3 വരെയാണ് വോട്ടെടുപ്പ് നടന്നത്. RL ശ്രീലാൽ, അശോകൻ കുനിയത്ത്, ബാലൻ കൊറ്റായി, KD ദാമോദരൻ നമ്പൂതിരി, VS സജി, AC സുനീഷ്, MR അജിത്ത്, മനോജ് പുളിയത്ത് പറമ്പിൽ, CM സാനി, ശ്രീമാരാജ്, PC രഘു എന്നിവരാണ് വിജയിച്ചത്. 40 വയസ്സിന് താഴെയുള്ള വനിതകളുടെ വിഭാഗത്തിൽ അഡ്വക്കേറ്റ് സുജില നിതീഷും നിക്ഷേപ വിഭാഗത്തിൽ PK വത്സരൻ എന്നിവരെ നേരത്തെ എതിരില്ലാതെ തെരഞ്ഞെടുത്തിരുന്നു. ഹിൽ ഹൈവേ റണ്ണിന് പിന്നാലെ പിരുമേട് ദേവികുളം മലയോര ഹൈവേ നിർമ്മാണത്തെ പ്രശംസിച്ച് മിലിന്ദ് സോമൻ. സ്മൂത്തായിട്ടുള്ള റോഡിൽ മാത്രമേ ഷൂ ഇടാതെ ഓടാറുള്ളൂ എന്നും ഈ റണ്ണിൽ അത് സാധിച്ചെന്നും അദ്ദേഹം പറഞ്ഞു. ഓടാൻ ഒരുപാട് ആളുകൾ ഒപ്പം ചേർന്നു. മനോഹരമായ ഹൈവേ ആണ്. പ്രകൃതി ഭംഗിയുള്ള സ്ഥലത്തെ ഭംഗിയുള്ള റോഡിലെ ഓട്ടം നന്നായി ആസ്വദിച്ചു മിലിന്ദ് സോമൻ പറഞ്ഞു. പിരുമേട് ദേവികുളം മലയോര ഹൈവേയുടെ ഭാഗമായി കിഫ്ബി വഴി 235 കോടി രൂപ ചെലവഴിച്ചുള്ള കുട്ടിക്കാനം ചപ്പാത്ത് കട്ടപ്പന പാതയുടെ പൂർത്തീകരണത്തിൻ്റെ പ്രചാരണാർത്ഥമാണ് ഹിൽ ഹൈവേ റൺ സംഘടിപ്പിച്ചത്. കുട്ടിക്കാനം മരിയൻ കോളേജിൽ ഗ്രൗണ്ടിൽ മന്ത്രി റോഷി അഗസ്റ്റിൻ രാവിലെ 7-ന് ഫ്ലാഗ് ഓഫ് ചെയ്തു. കുട്ടിക്കാനം മുതൽ ചപ്പാത്ത് വരെയുള്ള 20 കിലോമീറ്റർ ദൂരമാണ് മിലിന്ദ് സോമനും സംഘവും ഓടിയത്. വനിതാ ബൈക്ക് റൈഡർമാർ, റോളർ സ്കേറ്റിംഗ്, സൈക്ലിംഗ് താരങ്ങൾ, ബുള്ളറ്റ് റൈഡർമാർ എന്നിവരും റണ്ണിൽ അണിനിരന്നു. ഓട്ടത്തിൽ പങ്കെടുക്കാൻ 2000-ലേറെ പേർ രജിസ്റ്റർ ചെയ്തിരുന്നു. ഹെൽത്തി കേരള ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. കേരള സർക്കാർ ആയുഷ് വകുപ്പ്, നാഷണൽ ആയുഷ് മിഷൻ കേരള എന്നിവ ചേർന്ന് ഹെൽത്തി കേരള ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. പതിക്കുന്ന് കൃഷ്ണമേനോൻ ഗവൺമെൻറ് വനിതാ കോളേജിൽ KV സുമേഷ് MLA ഉദ്ഘാടനം ചെയ്തു. തിറക്കൽ മന്ന ഹോമിയോപ്പതി പ്രാഥമിക ആരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ CM ജയിലാൽ അധ്യക്ഷനായി. കണ്ണൂർ കോർപ്പറേഷൻ ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷ ശ്രീജ മഠത്തിൽ വിശിഷ്ട അതിഥിയായി. ക്യാമ്പയിൻ്റെ ഭാഗമായി ഡോക്ടർ CM ഷെർണ, ഡോക്ടർ KM രശ്മിത എന്നിവർ ആരോഗ്യ ബോധവൽക്കരണ ക്ലാസ് എടുത്തു. ചിറക്കൽ ഓണപ്പറമ്പ് CRC യോഗ ടീമിൻ്റെ യോഗ ഡാൻസ് ചെറുധാന്യ പ്രദർശന വിൽപ്പനയും നടന്നു. വളവട്ടണം പഞ്ചായത്ത് പ്രസിഡന്റ് VKC ജംഷീറ, വളവട്ടണം ആയുർവേദ ഡിസ്പെൻസറി മെഡിക്കൽ ഓഫീസർ V ചെന്നക്കേശ്വർ, ഡോക്ടർ KM രശ്മിത, ഡോക്ടർ അമ്പിളി ബിബീഷ്, ഡോക്ടർ K ധന്യ, ഡോക്ടർ OS ശ്രുതി, ഡോക്ടർ OC ബിന്ദു, ഡോക്ടർ PV ശ്രീജ എന്നിവർ സംസാരിച്ചു. നവകേരള സദസ്സിൻ്റെ ഭാഗമായി 5.75 കോടി രൂപയാണ് പ്രവൃത്തിക്കായി അനുവദിച്ചത്. പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് ഓൺലൈനായി പങ്കെടുത്തു. അസിസ്റ്റന്റ് എഞ്ചിനീയർ യേഷ്മ റിപ്പോർട്ട് അവതരിപ്പിച്ചു. മുഴക്കുന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജാഫർ നെല്ലൂർ, പഞ്ചായത്ത് അംഗങ്ങളായ M വിനീത, ജോസ് വടക്കേക്കര, വിവിധ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു. മെഗാ യോഗ പ്രദർശനം സംഘടിപ്പിച്ചു. സംസ്ഥാന സർക്കാർ ആയുഷ് വകുപ്പ്, നാഷണൽ ആയുഷ് മിഷൻ കേരളം എന്നിവയുടെ നേതൃത്വത്തിൽ ഹെൽത്തി കേരള ക്യാമ്പയിൻ്റെ ഭാഗമായി കതിരൂർ GVHSS സ്കൂൾ ഗ്രൗണ്ടിൽ മെഗാ യോഗ പ്രദർശനം സംഘടിപ്പിച്ചു. നിയമസഭാ സ്പീക്കർ അഡ്വക്കേറ്റ് M ഷംഷീർ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ കതിരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PP സുജയ അധ്യക്ഷയായി. ഡോക്ടർ NT നിഷ പദ്ധതി വിശദീകരിച്ചു. ന്യൂമോഹി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആദ്വൻ പവിത്രൻ, ചൊക്ലി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KM സ്വപ്ന, ഡോക്ടർ ഡിജോ ജോസ്, ഡോക്ടർ PS ജിഷ എന്നിവർ പങ്കെടുത്തു. ഡോക്ടർ K സബീന യോഗ പ്രദർശനത്തിന് നേതൃത്വം നൽകി. ഇതോടെ ഇന്നത്തെ ആസാദി വാർത്ത സമാപിക്കുന്നു. വീണ്ടും നാളെ കാണാം. നന്ദി, നമസ്കാരം.